ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു. ആ, ഞാൻ ന്യൂസിൽ കണ്ടിരുന്നു. മോളിപ്പം ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയാണ്, പക്ഷേ റെസ്റ്റ് ടൈമാണ്. അച്ഛൻ ഇന്നാണോ ഡോക്ടറെ കാണാൻ പോകുന്നത്? അതെ, 11 മണിക്ക്. ആരാ മാവെ കല്ലെറിയുന്നത്? എന്തു പറ്റി? അതൊരാൾ മാവെ കല്ലെറിഞ്ഞത്. അതിലിപ്പോ മാങ്ങയുണ്ടോ? എവിടെ? അതിനിപ്പോ സീസൺ അല്ലല്ലോ. ആ, അച്ഛാ എന്നെ വിളിക്കുന്നു. അച്ഛൻ ഡോക്ടറെ കണ്ടിട്ട് മെസ്സേജ് അയക്കണം. ബൈ. എന്താ ഇത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കല്ല. മാങ്ങയോ തേങ്ങയാ? ഒന്ന് പോടാ. രാവിലെ തന്നെ ബാഗും ഒക്കെ എടുത്ത് ചെക്കൗട്ട് ചെയ്ത് ഹോട്ടലിൽ നിന്നിറങ്ങി. കാഴ്ചകൾ കണ്ട് നടന്ന അവസാനം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടുന്ന് കയറി പോകണം. അതുകൊണ്ടാണ് ഈ ലഗേജും തൂക്കി ഇറങ്ങിയത്. ഹോട്ടലിൽ നിന്നിറങ്ങി ഞാൻ ആരാത് രാവിലെ തന്നെ? കണ്ടോന്റെ പറമ്പിൽ മാങ്ങേര് തനിക്കൊന്നും വേറെ പണിയില്ലേ? എടോ, ഇന്ന് കുറച്ച് തിരക്കാണല്ലോ. അടുത്ത ദിവസം കാണാം. 1-2 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പൊ ശരിയെന്നാ, ഓക്കെ. ആ, അകത്തു വാ. ചായ കുടിക്കാം. ആ, കയറി വാ. പിന്നെ 12 മാസം മാങ്ങയല്ലേ? ഒരു ഫിറോഷ്യസ് സ്പിരിറ്റ് കടത്തനാടിൻ്റെയും കണ്ണൂരിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വയലൻസ് വരുന്ന സമയത്ത് കമ്മിറ്റഡ് വയലൻസ് ഉണ്ടാകാനുള്ള കാരണം അതാണ്. ഈ ജീനിയോളജിക്കൽ മിക്സ്ചർ മനസ്സിലാക്കിയാൽ മാത്രമേ കണ്ണൂരിൻ്റെ ജനങ്ങളുടെ ബേസിക് നേച്ചർ മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
രാവിലെ എത്തി ഞാൻ. അയ്യോ ഇല്ല, അച്ഛന് തീരെ വയ്യാന്ന് പറഞ്ഞോണ്ട് ഒരു 3 days ലീവ് കിട്ടിയതാ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അച്ഛനിപ്പോൾ കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ട്. ഇതാരേ വീണ്ടും പുറത്തോട്ട് കമ്പും കോലും വലിച്ചെറിയുന്നേ? ഇതാരേ ഇത്? അച്ഛ ഇത് എന്താ ഇത്? ഇത് കംപ്ലൈന്റ് ചെയ്യണ്ടേ? ആരായിരുന്നു ഫോണില്ല? ഓ, അതാ സിവി. ഉം. ഞാൻ എത്തിന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാ. ആ ആ അവളിപ്പോൾ എറണാകുളത്താണല്ലോ വർക്ക് ചെയ്യുന്നത്. അവളെ കാണാൻ പോകുന്നുണ്ടോ? ഇല്ല, അവളെ കാണാൻ പോയ ഒരു ദിവസം പോകാം. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലേ? അതിന് പിന്നെ എപ്പോഴെങ്കിലും ആവും. അച്ഛൻ്റെ ഫ്രണ്ടേ കാണാൻ എന്നാ ഒരു വഴി? ഏത് ഫ്രണ്ട്? അച്ഛനെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ, അയാളെ. അയാളിപ്പോൾ വന്നിരുന്നു. നിന്റെ ശബ്ദം കേട്ട് പോയി കാണും. നേരത്തെ ആ മാവെ കമ്പറിഞ്ഞത് അയാളാ. അയാളെന്തിനാ മാവിലെറിയുന്നത്? ഞാനിവിടെ ഉണ്ടോയെന്ന് അയാൾ അന്വേഷിക്കുന്നത് അങ്ങനെയാ. ഞങ്ങൾക്ക് 2 പേർക്കും അതൊരു സന്തോഷമാണ്. 2 ആളോ? അതാര്? ഞാനും നമ്മുടെ മാവും. മാങ്ങയുള്ളപ്പോഴല്ലേ ആൾക്കാർ മാവിന് ചുറ്റും ഉണ്ടാവും. അതില്ലാത്തപ്പോഴും ആരെങ്കിലും അന്വേഷിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമല്ലേ? അയാളെ എങ്ങനെയാ ഒന്ന് കാണാൻ പറ്റുക?